ദേവിക. ഹലോ സർ, സാർ തിരക്കിലാണോ? അല്ല, ദേവിക പറഞ്ഞോളൂ. സാർ എന്തെങ്കിലും ടെൻഷനിലാണോ? എന്താ പറ്റി ശബ്ദമൊക്കെ വല്ലാതിരിക്കുന്നേ? ആ, ചെറിയൊരു ടെൻഷൻ. എന്താ സർ? അത് പറയാം. അതിനു മുമ്പ് ദേവിക വിളിച്ചെന്തിനാണെന്ന് പറയൂ. എന്തോ പുതിയ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഉണ്ട് സർ. ഇവിടെ ഒരു ഹോം നഴ്സിനെ വെക്കാൻ വേണ്ടി പോവാ, നിത്യ നോക്കാനായിട്ട്. അതെന്താ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ? പെട്ടെന്നൊന്നും അല്ല സർ. സാറിനറിയാലോ, ഞാൻ നിത്യയെ നോക്കുന്നത് ഇവിടെ അച്ഛനൊഴികെ മറ്റാർക്കും ഇഷ്ടമല്ല. എല്ലാവരുടെയും നിർബന്ധം സഹിക്കാൻ പറ്റതായപ്പോ അച്ഛൻ സമ്മതിച്ചതാ. അത് നന്നായി. ദേവിക്കൊരല്പം ആശ്വാസം കിട്ടുമല്ലോ. പക്ഷേ ഒരു കാരണവശാലും ശരത് ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരാൻ സമ്മതിക്കരുത്. ഏത് രീതിയിലും നിത്യയെ നിശബ്ദയാക്കാൻ അവൻ ശ്രമിക്കും.